വചനമൊഴി ഡിസംബർ 29. വചനഭാഗം ഹെബ്രായർ 1:1-4, യോഹന്നാന്റെ സുവിശേഷം 1:14-18. ഇന്നത്തെ രണ്ട് തിരുവചന ഭാഗങ്ങളും മനുഷ്യനായി അവതരിച്ച മിശിഹ ആരാണെന്നും മിശിഹായും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുമാണ് വെളിപ്പെടുത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ അനാദിയിലെ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന വചനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആ വചനം ദൈവമായിരുന്നു, വചനത്താലാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്, വചനം ജീവനായിരുന്നു, വചനം വെളിച്ചമായിരുന്നു. പൂർവകാലങ്ങളിൽ പിതാക്കന്മാരിലൂടെ സംസാരിച്ചത് വചനമായിരുന്നു. ആ വചനം മാംസം ധരിച്ച് മനുഷ്യരുടെ ഇടയിൽ വസിച്ചു. വചനത്തിന്റെ മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യകുലം ദർശിച്ചത് കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൽ നിന്നുള്ള ഏകജാതന്റേതുമായ മഹത്വമാണ്. ഇന്നത്തെ ലേഖനഭാഗത്തും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. പൂർവകാലങ്ങളിൽ പിതാക്കന്മാരോട് വിവിധ രീതികളിൽ സംസാരിച്ച ദൈവം തൻ്റെ പുത്രൻ വഴി അവസാന നാളുകളിൽ സംസാരിച്ചിരിക്കുന്നു. മിശിഹ ദൈവം തന്നെയാണെന്നും ദൈവത്തിന്റെ ഏകജാതനാണെന്നും തിരുവചനം വളരെ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്നു. മിശിഹായിലൂടെയാണ് കൃപയും സത്യവും വന്നത്. അവനിലൂടെ കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചു. എന്താണ് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? രണ്ടു വിധത്തിൽ ഇത് മനസ്സിലാക്കുന്നുണ്ട്. പഴയ നിയമകാലത്ത് തന്നെ ദൈവകൃപ വെളിപ്പെട്ടിരുന്നു. എന്നാൽ അത് പൂർണ്ണതയിലെത്തിയത് മിശിഹായിലൂടെയാണ്. മിശിഹായിലൂടെ ലഭിച്ച കൃപയുടെ പൂർണ്ണതയെയാണ് കൃപയ്ക്കുമേൽ കൃപ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു വിധത്തിൽ മനസ്സിലാക്കുന്നത് മിശിഹ തന്നെയാണ് ദൈവത്തിൻ്റെ കൃപ. മിശിഹായിൽ വിശ്വസിക്കുന്നവർ മിശിഹായാകുന്ന കൃപയ്ക്കനുസൃതമായി കൃപാവരങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുവാനാണ് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തു തന്നെയായാലും മിശിഹായിലൂടെ ലഭ്യമാകുന്ന ദൈവകൃപയുടെ സമൃദ്ധിയാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. മിശിഹായിലൂടെ ലഭിക്കുന്ന ദൈവകൃപയ്ക്ക് പ്രത്യുത്തരിച്ച് ദൈവകൃപ സ്വീകരിച്ച് അതിൽ വളരുവാനുള്ള അനുഗ്രഹം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ സമർത്ഥമായി ഉണ്ടാകട്ടെ. ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ അച്ഛൻ.